ചേട്ടാ 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 അമ്മ 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 അമ്മച്ചി അമ്മ ആ അമ്മ എന്താടാ അമ്മ ചേട്ടനെ കണ്ടോ അമ്മ? എന്തിനാടാ ഇനി അവന്റെ തല അടിച്ചു പൊട്ടിക്കാനാണോ? അമ്മ തമാശ കളിക്കില്ലേ അമ്മ? ചേട്ടനെ കണ്ടോന്ന് ഞാൻ ചോദിച്ചത്. എടാ അവൻ ആ ബെഡ്റൂമിൽ എങ്ങാനും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അച്ഛനെ അവൻ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് കിടത്തിരിക്കുക. ഞാൻ ആ ബെഡ്റൂമിൽ മൊത്തം നോക്കുന്ന ചേട്ടനെ കാണുന്നില്ലെന്നോ അവിടെ? കാണുന്നില്ലെന്നോ? ആ നീ ആ ബാത്റൂമിൽ എങ്ങാനും നോക്കിയായിരുന്നോ? അമ്മ ബാത്റൂമിലൊക്കെ നോക്കി, ബാത്റൂമിൽ ഒന്നും കാണുന്നില്ല ചേട്ടനെ. പിന്നെ ഈ ചെറുക്കൻ എവിടെ പോയി? ഷോ ഉത്തമ ചേട്ടാ ഉത്തമ ചേട്ടാ ഉത്തമ ചേട്ടാ ഉത്തമ ചേട്ടാ ഉത്തമ ചേട്ടാ എന്തുപറ്റില്ല ചേച്ചി? ചേച്ചി ചേട്ടനെ കൊണ്ട കാണാൻ വന്നായിരുന്നോ? ആര്? ഉത്തമനോ? അവനെന്തിനാ ഇങ്ങോട്ട് വരണേ? അല്ലടി ഉത്തമനെ വീട്ടിൽ കാണുന്നില്ല. അപ്പൊ അവൻ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കായിരുന്നു. ഇങ്ങോട്ട് വന്നൊന്നുമില്ല. അല്ലെങ്കിൽ 2 ദിവസമായിട്ട് അവനെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അല്ല അസുഖം ഉണ്ടോ ചേച്ചി അവന്? തലയ്ക്കോ? തലയ്ക്കെന്തോ ചേച്ചി? തലയ്ക്കൊന്നും ഇല്ലടി, അവനെ നല്ല തലവേദനയും പണി. അത് ശരി. പനിയായി കിടന്ന ആളാണോ നിങ്ങൾ ഈ അന്വേഷണം നടക്കണേ? എന്നെ പറയാനടി, പറഞ്ഞാ കേക്കണ്ടേ? ഫുൾ ടൈം ഇങ്ങനെ പുറത്തൂടെ ഒക്കെ ഇറങ്ങി അങ്ങ് നടക്കും. ഇപ്പോഴത്തെ പനിയാണേ സൂക്ഷിക്കണം ചേച്ചി. അതിന്റെ കൂടെ ചുമയും കൂടെ വന്നാലുണ്ടല്ലോ. ചേച്ചി നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. ഒന്നും പറയണ്ട എന്റെ സുമേഷേ. ചുമ വന്നതാ, ചുമച്ച് ചുമച്ച് ഇപ്പൊ ശ്വാസം കിട്ടണില്ല. എടി സിന്ധു, നീ അങ്ങനെയാണെങ്കിൽ പോയൊന്ന് റെസ്റ്റ് ചെയ്യേ. പിന്നെ വരാം. ശരി. എന്തിനാടാ നീ ഇതൊക്കെ അവളോട് പറയാൻ നിൽക്കുന്നേ? ചേട്ടനെ അന്വേഷിക്കട്ടെ. പിന്നെ ചേട്ടനെ അന്വേഷിക്കണം. പിന്നെ എവിടെ പോയടാ? ക്ലിനിക്ക് വല്ലതും പോയെങ്കിലോ? ക്ലിനിക്കിലൊന്നും പോകാൻ വഴിയില്ല. എടാ നീ ഒരു കാര്യം ചെയ്യ്, ആ ശിവനെ ഒന്ന് വിളിക്ക, എന്നിട്ട് അവനോട് ചോദിക്കാം അവനറിയാവുന്ന. അലീനൊന്ന് വിളിച്ചോക്കാം. എന്നാലേ ഈ ചെറുക്കൻ മണിക്കുട്ടി കണ്ടായിരുന്നു? മണിക്കുട്ടിയാ? ഏത് മണിക്കുട്ടി? അച്ഛാ നമ്മുടെ പശു മേളിൽ കെട്ടിയിരിക്കുന്നു. ഇവിടെ പശു ഒന്നും നമുക്കില്ലല്ലോ. നീ ഇങ്ങോട്ട് ഇറങ്ങി. എന്താന്ന് വെച്ചാ പറയണത്? ഞാൻ അവിടെ കെട്ടിയിരുന്നല്ലേ, ആരും അഴിച്ചോണ്ട് പോയി. നീ എന്തിനു മുകളിൽ കയറി പോയത്? നിന്നെ ഞാൻ മുറി കിടത്തിട്ട് പോയതല്ലേ? പശുവിനെ അഴിക്കാൻ വേണ്ടി മേളിൽ കയറി പോയത്. ഉത്തമ, അച്ഛൻ ശിവനെ വിളിച്ച് പറയണം. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാ. വിളിച്ച് പറയണം, ക്യാഷ് കൊടുക്കണം. നീ ഇങ്ങോട്ട് ഇറങ്ങി. പശുവിനെ കാണാനില്ല അച്ഛാ. മുറിക്കകത്ത് കയറി. എവിടെ പോണേ? നീ എവിടെ പോയി കിടക്കായിരുന്നടാ? മനുഷ്യനെ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. അമ്മ നമ്മുടെ മണിക്കുട്ടിയെ കാണാനില്ലമ്മ. മണിക്കുട്ടിയോ? അതാരാ? എടി പഴയ പശുവിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണത്. പശുവോ? ഞാൻ മേളിൽ കെട്ടിയിരിക്കുന്നു, ഇപ്പൊ കാണാനില്ല, ആരും അഴിച്ചോണ്ട് പോയി. എന്തൊക്കെയാ പറയുന്നേ? പോയെന്ന് ഞാൻ നോക്കട്ടെ. പറയട്ടെ. ഇവനെ അങ്ങോട്ട് കൊണ്ടിരുത്ത്. ഞാനേ വൈദ്യരെ ഒന്ന് വിളിക്കട്ടെ. പക്ഷെ മണിക്കുട്ടി ഞാൻ നോക്കാം. നീ പിടിച്ചു ചെന്നിരിക്കെ. മക്കളെ അങ്ങോട്ട് അവിടെ പോയിരിക്കേ. ഇവിടെ പോന ആടിനെ പശുവൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ. ഞാൻ വരട്ടെ. അനങ്ങല്ല. അവിടെ ഇരുന്നു. മാമാ, ഇത്തിപ്പോലെ വെള്ളം വീണ്ടും വല്ല കാര്യമുണ്ടോ? ഇടേ അത് വെള്ളമല്ല, ഔഷധ കൂട്ടാ. എന്തൊരു കൂട്ടായാലും അത് ബലം ചെയ്യും. നീ ചുമ്മാ ഇരുന്നാണ്. ഞാൻ പറഞ്ഞോ മാമാ, നമുക്ക് ആശുപത്രി വല്ലതും കൊണ്ടുപോ. രാരിച്ച വൈദ്യന്റെ കയ്യിൽ നിന്ന് നിൽക്കൂലോ മാമാ? എടാ രാരിച്ചൻ വൈദ്യുതി ബെസ്റ്റ് ഓപ്ഷനാടാ. നിനക്ക് അറിഞ്ഞൂടാത്തോണാണ്. എനിക്ക് അറിഞ്ഞു. അതാണ്. ഡേയ് ശ്രദ്ധിച്ചോണേ. ഞാൻ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു പശുവാണ് മണിക്കുട്ടി. മണിക്കുട്ടിയോ? അത് പോയോ? മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്പിളിപ്പൂവാലി, അളേ ഞാൻ എവിടെ ഇങ്ങനെ നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി. പാട്ട് പാടണ പശുവാ? ഇത്തിരി പൂവോ പൊൻപുളം കാടോ. നമുക്കേ പശുവിനെ മാറ്റിയിട്ട് 4 ആടിനെ വാങ്ങിക്കാം. അതാകുമ്പോഴത്തേക്ക് 1 പോയാൽ ബാക്കി 3 എണ്ണം കാണുമല്ല, അല്ലേ? അഥവാ ഇനി 2 എണ്ണം പോയാലും ബാക്കി 2 എണ്ണമെങ്കിലും കാണും. ഞാൻ കളിയാക്കിയല്ലോ അളിയാ. ഇല്ലേ അല്ല പിടിച്ചു പോയ വലിക്കല്. അളി ചുമ്മാ കളിയാ. അത് നിന്നതാ. വന്നു
അയ്യ അയ്യ അന്തരെ കൈകടാളിയാ ആട്ടിത്ത ആട്ടിത്ത ആട്ടിത്തരാ ആരെ ഊഞ്ഞാലാട്ട് ഊഞ്ഞാലാടാൻ പറ്റിയ പരിവം. പിന്നെ ആളെ ആടി ആടി ഇവിടെ ഇരിക്കും. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടോ. ചുമ്മാ പോയിട്ട് വെളിയിലോട്ട് പോയിട്ട് വരാം. മണിക്കുട്ടി അവിടെ ഉണ്ടോ നോക്കണം. ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. ഞാൻ ഇവിടെ ഇല്ല ഞാൻ പോയിട്ട് നിൽക്കാം.